ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പ്യുവർ സോൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങളിവിടെ ആദ്യമായിട്ടാണ് കാണുന്നതെന്നറിയാം. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ കൂടെയുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ നേരത്തെ കറക്റ്റ് ടൈമിൽ എന്താ നമുക്കൊരു മെസ്സേജ് പോലെ വരും. അപ്പോൾ നമുക്ക് വീഡിയോസ് ആദ്യം തന്നെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമെന്ന് പറയുന്നത്. സബ്സ്ക്രൈബും കൂടാതെ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് വേഗം തന്നെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, പിന്നെ നിങ്ങൾ എൻ്റെ പഴയ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ നമുക്ക് ഒരു യൂട്യൂബ് ചാനലിൽ നമ്മൾ വന്ന് കണ്ട് പോകുന്നവർ ഒരുപാട് പേരുണ്ടാവുമല്ലോ. അപ്പോൾ ഒരുപാട് 58,000 സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഓൾറെഡി ഉണ്ട്. അതിൽ നമുക്കൊരു 1000 പേരൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ ഡെയിലി കാണുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. അതുകൂടി ഒന്ന് 2500 3000 അതിനപ്പുറം പേരൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്ത് വെച്ചേക്കുന്ന പോലെ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് കാണണമെന്നില്ല ഇല്ലേ, വന്ന് കണ്ടുപോയവരൊക്കെയാണ്. അപ്പോൾ പിന്നെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 1.5 കൊല്ലത്തോളം അടുത്തായി, 2 വർഷം ആകാൻ പോകുന്നു. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ ഒക്കെ കൂടുതലും നമ്മൾ വീഡിയോസൊക്കെ കാണാമല്ലേ. അപ്പോൾ നേരത്തെ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. അപ്പം നിങ്ങൾക്ക് എന്താ പറയുക, ഡീറ്റെയിൽസൊക്കെ അറിയാൻ പറ്റുമല്ലോ. വീഡിയോസൊക്കെ ഇടുമ്പോൾ നമുക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ വരുമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്നെൻ്റെ March 3 എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ 4:30 ഞാൻ എഴുന്നേറ്റിട്ട് ആദ്യം ചെയ്ത കാര്യം ഫേസൊക്കെ ഒന്ന് ക്ലീനാക്കി. അതുപോലെ തന്നെ വെള്ളം അടിച്ചു. വെള്ളം തന്നെ മോട്ടർ അടിച്ചെന്നാ കേട്ടോ. മോട്ടർ അടിച്ചിട്ട് നിറച്ചു. പിന്നെ ഒന്ന് പ്രാർത്ഥിച്ചു. എന്താ പറയുക, ഇത്ര നാൾ എൻ്റെ ഭൂമിയിൽ നിർത്താൻ സമ്മതിച്ച ദൈവത്തിനോട് നന്ദി പറഞ്ഞു. പിന്നെ ഒന്ന് പള്ളിയിൽ പോകണമെന്ന് വിചാരിച്ചു, പക്ഷെ എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ പിന്നെ ഉച്ചയ്ക്കാണ് പള്ളിയിൽ പോയത് കേട്ടോ. സിമിത്തേരിയിലും പോയി തിരി കത്തിച്ചു, അതുപോലെ തന്നെ പള്ളിയിലും കയറി തിരി കത്തിച്ചു കേട്ടോ. അപ്പോൾ രാവിലെ പോകണമെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ എനിക്ക് മടി പിടിച്ചങ്ങോട്ട്. പിന്നെ രാവിലെ എണീറ്റ് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് നല്ലൊരു ബിരിയാണി കഴിക്കാനുള്ള പ്ലാൻ ഉണ്ട് മനസ്സിൽ. അപ്പോൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യേണ്ടി വന്നു. 2-3 ബിസ്ക്കറ്റും കട്ടൻ ചായയും കൂട്ടി രാവിലെ തന്നെ ഞാൻ കുടിച്ചു. പിന്നെ എനിക്ക് വിശപ്പൊന്നും ഉണ്ടായില്ല. എൻ്റെ ശീലമാണ് കേട്ടോ. എന്നാൽ നാക്കത്തിങ്ങനെ തൊട്ടിട്ട് നിങ്ങൾക്ക് എന്താ പറയുക, ഇഷ്ടമാണെന്ന് തോന്നുന്നില്ല അത്, പക്ഷെ എനിക്ക് അങ്ങനെ ചെയ്താലേ അത് പറ്റുന്നത്. പണ്ടൊട്ടുള്ള ശീലമാണ്. നിങ്ങൾക്കതൊരു വൃത്തായിട്ട് തോന്നുവാണെങ്കിൽ സോറി കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പ്ലമ്മിൻ്റെ ഒരു ഐലൈനറാണ് കേട്ടോ. അത് എന്താ പറയുക, ഐക്കാജലാണ്. ഇതെന്തോ ഇങ്ങനെ പഴന്ന് പിടിച്ച്. പിന്നെ ഞാനത് ടവലൊക്കെ വെച്ച് തുടച്ച് സെറ്റാക്കി. എന്നെ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ മാത്രം ഞാനിങ്ങനെ 2 കണ്ണിലും മുകളിലും താഴെയൊക്കെ എഴുതുള്ളൂ. അല്ലെങ്കിൽ ഞാൻ നേരെ മുകളിൽ മാത്രം എഴുതിയിട്ട് അങ്ങ് പോകും, താഴെ ഞാൻ എഴുതൂല. അപ്പോൾ ഇതെൻ്റെ ബർത്ത്ഡേ ആണ്, അതാണല്ലോ കാര്യം. അപ്പം ഞാൻ കേക്കൊക്കെ നേരത്തെ മേടിച്ച് വെച്ചായിരുന്നു. ഞാൻ തന്നെ മുറിച്ചായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഞാൻ കേക്ക് കട്ട് ചെയ്തു. എനിക്ക് കേക്ക് ആരും മേടിച്ച് തന്നൊന്നുമല്ല കേട്ടോ. കേക്ക് ഞാൻ തന്നെ വാങ്ങിച്ചതാണ്. എൻ്റെ പപ്പയും മമ്മിയോടൊക്കെ അവർക്ക് ഡേറ്റ് പോലും സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല. അതെന്താ, ഞാൻ പറഞ്ഞിട്ട് അവരറിഞ്ഞു എൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അവർക്ക് അത്രയേ ഉള്ളൂ. അവരങ്ങനെ എന്താ പറയുക, എല്ലാവരും അങ്ങനെ ഓർമ്മിക്കണമെന്നില്ലല്ലോ. അവർക്കത് ഓർമ്മയില്ല, ഓർമ്മിപ്പിച്ചു. പിന്നെ ഞാൻ തന്നെ പോയിട്ട് ഞാനൊരു കേക്ക് വാങ്ങിച്ച് മുറിച്ച്. ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് 2022 എൻ്റെ ബർത്ത്ഡേക്കാണ്. ബിക്കോസ് ആ സമയത്ത് എൻ്റെ ആങ്ങള കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ മരിക്കുന്നതിന് മുമ്പുള്ള ലാസ്റ്റത്തെ ഒരു ബർത്ത്ഡേ ആണെന്ന് പോലും ഞാൻ അറിഞ്ഞില്ല. എനിക്കൊരു കേക്ക് വാങ്ങിച്ചു തന്നു. എന്നെ വിളിച്ചുകൊണ്ട് ഒരു കേക്ക് വാങ്ങിച്ചു തന്നു. കാശില്ലെങ്കിലും ആ സമയത്ത് ഭയങ്കര കഷ്ടപ്പാടൊക്കെ ആയിരുന്നു. കാശില്ലെങ്കിലും ആ സമയത്തൊരു 350 രൂപയുടെ ആ കേക്കാണ് എനിക്ക് എന്നും പ്രിയപ്പെട്ടത്. ബിക്കോസ് വേറെ എത്ര രൂപയുടെ കേക്ക് വാങ്ങിച്ചാലും അന്നത്തെ ആ കേക്ക്
അതെൻ്റെ ലൈഫിൽ വല്ലാത്തൊരു എന്താ പറയുക, ആരെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചാൽ ചെറിയൊരു മിഠായി ആണെങ്കിൽ പോലും അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും അല്ലേ. 1000 രൂപയോ 2000 രൂപയോ അങ്ങനത്തെ സാധനങ്ങളെക്കാളും അവരുടെ മനസ്സിൽ നമ്മൾ ഉണ്ടല്ലോ ആ ഒരു ചിന്ത മതി. അത് പലർക്കും ഉണ്ടാവാറില്ല. പിന്നെ ഞാൻ തന്നെ കേക്കൊക്കെ വാങ്ങിച്ച് അപ്പോൾ എൻ്റെ ബർത്ത്ഡേ ഞാൻ തന്നെ അങ്ങ് ആഘോഷിക്കുക. ഞാൻ തന്നെ ബിരിയാണി വാങ്ങാൻ പോയി. എനിക്കാരും വാങ്ങിച്ചു തന്നൊന്നുമില്ല, ഞാൻ തന്നെ ചെയ്യും. എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ തന്നെ ഇഷ്ടം. ഞാൻ പോയി ബിരിയാണി വാങ്ങിച്ച് ബിരിയാണി തിന്ന്. ഞാൻ 2 ബിരിയാണി തിന്നിട്ട് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അതിന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ ഞാൻ 2 മസാല ദോശ തിന്നുന്ന ശരീരം കണ്ടാൽ മനസ്സിലാവുമല്ലോ 2 തിന്നുമെന്ന്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാനങ്ങനെ രാവിലെ തന്നെ ഒരു 7 മണിയൊക്കെ കഴിയുമ്പോൾ ഞാൻ മേക്കപ്പ് ചെയ്തതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ മാറ്റം കാണാൻ കണ്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നല്ല വെയിലാണ്. ഏകദേശം ഒരു 9 മണി ടൈമിലാണ്. പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നല്ല വെയിലായിരുന്നു. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണോ? അല്ല, സോറി, ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇപ്പോഴും മീഷോൻ്റെ കാര്യം ഓർക്കുള്ളൂ. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച കുർത്ത സെറ്റാണ്. എന്തോ എനിക്കത് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാനങ്ങ് വാങ്ങിച്ച്. കളറും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എന്താ പറയുക, ഇതാണ് കേട്ടോ ആ കുർത്ത. ഞാൻ ഇതിൻ്റെ വേറൊരു കളർ ചേഞ്ച് പണ്ട് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ പറഞ്ഞില്ല എന്ന് പറയണ്ട, എൻ്റെ വീഡിയോ കോളും വീഡിയോസും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക 6234